വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എന്റെ പേര് റാണി. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ആ സംഭവം കൂടെ ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി ഞാൻ എടുത്ത വീഡിയോക്കുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ആരൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും അധികം പേര് ചെയ്യാത്തൊരു രീതിയിലായിരിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. നല്ല സൂപ്പർ ഗ്രേവിയോടുകൂടി നമ്മുടെ ഹോൾ ചിക്കൻ അങ്ങനെ തന്നെ നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വളരെ എളുപ്പമായിട്ടുള്ള മെത്തേഡ് ആയിരിക്കും. ഞാൻ എപ്പോഴും ഈസി ആയിട്ടുള്ള മെത്തേഡ് അല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതാണ്ട് ഇത് ഈ ചിക്കൻ ഒരു 2 കിലോ ഉള്ള ചിക്കനാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് ആൽഡി. ഞാൻ ആൽഡിയുടെ ഫാനായിപ്പോയി. എന്നെ കൊണ്ട് കൊല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൽഡി. എനിക്കെന്നല്ല ഒരിക്കലും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ. വൺസ് നിങ്ങൾ ആൽഡിന്ന് വാങ്ങിയോ, നിങ്ങൾ ഈ ചിക്കനെ വാങ്ങുമ്പോൾ വേറെ ഒരിടത്തും പോയി നിങ്ങൾ വാങ്ങുന്നില്ല. അത്രയ്ക്കും ടേസ്റ്റി ചിക്കനാണ്. അപ്പോൾ 2 കിലോ ഉള്ള ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ആളെ നമ്മൾ ഇങ്ങനെ വെച്ചാണ് കറി വെക്കാൻ പോകുന്നത്. ഇത് മൊത്തത്തോടെ വെച്ച് ഇങ്ങനെ തന്നെ നമ്മൾ നമുക്ക് ചിരിച്ചോണ്ടിരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ മാറിനേഷന് വേണ്ടി ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇതിലേക്ക് തൂവുന്നുണ്ട്. നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി, ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ പെപ്പർ, അവളില്ലാത്ത കാര്യം നമുക്കില്ല. പെപ്പറിനെ അങ്ങോട്ട് തകർക്കുക. യോഗട്ട് 3 ടേബിൾ സ്പൂണോളം, ഞാനൊരു അപ്രോക്സിമേറ്റ് എടുത്ത് ഞാൻ ഇടുകയാണ്. 3 ടേബിൾ സ്പൂണോളം നല്ല കട്ട യോഗട്ട്. ഓക്കെ, അപ്പം അത്ര സംഭവം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവനില്ലാത്ത കാര്യം എനിക്കില്ല. ഇവന് ഇടക്കിടക്ക് ഞാനിങ്ങനെ പൊക്കി പൊക്കി പറയാറുണ്ട്. കാരണം ഇയാളില്ലാതെ നമ്മുടെ പരിപാടി എളുപ്പമാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ കുപ്പി ഫിനിഷ് ആവുമ്പോഴേ പെട്ടെന്ന് പോയി ഞാൻ ജിഞ്ചറും ഗാർലിക്കും മച്ചോണ്ട് ഒന്ന് അരച്ച്, നിങ്ങൾക്ക് ഒന്നുകിൽ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നന്നായിട്ട് അരച്ചവനെ ഇതിനകത്ത് വെക്കുക. കണ്ടോ, കുറച്ച് തരിതരിയായിട്ട് ഇത് നിറച്ചുകൊണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അരച്ചു വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പണി ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമുക്ക് എന്നാ വേണ്ടത്, പച്ചമുളക് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ തക്കാളിക്ക വേണം, അല്ലാന്നുണ്ടെങ്കിൽ അനിയൻസ്. ഇത്ര സംഭവം നമ്മൾ അരിഞ്ഞാൽ മതിയല്ലോ. ഇതല്ലേ മെനക്കേട് പിടിച്ച പണി എന്ന് പറയുന്നത് അല്ലേ. സോ ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കോഴിനെ നമ്മൾ ഇതിനകത്ത് ഇട്ടങ്ങോട്ട് പെരട്ടാൻ പോവാം. നോക്കിക്കോളൂ, ഇത് നന്നായിട്ട് നമ്മളങ്ങോട്ട് മിക്സ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, അതെ നല്ല സുന്ദരമായിട്ട് ഇതിനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് കളർ നിങ്ങൾ കണ്ടില്ലേ. ഇനി എന്നാ എടുക്കും, ഇവനെ ഇങ്ങോട്ട് ഇവിടെ വാടാന്ന് പറഞ്ഞ് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനകത്തോട്ട് മുക്കുക, തേച്ച് പിടിപ്പിക്കുക. കൊച്ചു പിള്ളേരെ കുളിപ്പിക്കുന്ന പോലെ ഇവനെ അങ്ങ് തേപ്പിക്കുക. നിങ്ങൾക്കൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ആ വരയുന്ന കാര്യം ഒരു നിമിഷം വിട്ടുപോയി. ഞാൻ ഇടയ്ക്കൊന്ന് വരഞ്ഞു കൊടുത്തോളാം കേട്ടോ. നിങ്ങളൊന്ന് വരഞ്ഞിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് അങ്ങ് കയറും. അല്ലേ, ഇതിൻ്റെ ഈ ക്യാവിറ്റിയിലോട്ടും എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് വേണമെങ്കിൽ ഒരു 1/4 മണിക്കൂർ മുന്നേ ഇതുപോലൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലെ വല്ലതും ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഇതൊന്ന് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ മാറിനേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ സവാളയും പച്ചമുളകും നമ്മുടെ എന്താ പറയുന്നത് തക്കാളി ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം. അല്ലെങ്കിൽ നമുക്ക് പതുക്കെ വഴറ്റി തുടങ്ങാം. എന്നിട്ട് വഴന്നൊക്കെ വരുമ്പോഴേക്ക് ബാക്കി കാര്യങ്ങൾ ഒരുക്കുമ്പോൾ ഈ ആളേലും പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യണ്ട. അപ്പൊ ഇവൻ ഇവിടെ മര്യാദക്ക് ഇരിക്കട്ടെ. റെഡിയല്ലേ. ഞാൻ സവാള അരിഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരവസരത്തിലായിരുന്നു. അതുകൊണ്ടാണ് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത്. പിന്നെ നിങ്ങൾ സവാള അരിയേണ്ട കാര്യമില്ല, നമ്മളൊക്കെ എത്ര സവാള അരിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് 2 ടൊമാറ്റോ ഇതിനകത്ത് വേണം. ഞാൻ ഇതിനകത്ത് ഒരു 3 കുറച്ച് വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. സവാള ഇറക്കുന്നത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതിന് ടേസ്റ്റും കുറുക്കവും കറക്കി തരാൻ വേണ്ടി നല്ലതാണ് സവാള. അപ്പോൾ എനിക്ക് ഒത്തിരി വേണേന്നാണ് സവാള കേട്ടോ. അപ്പം നല്ല ഒരുമാതിരി വലിയ 3 എടുത്തേക്കുന്നത് കേട്ടോ. 2 തക്കാളി, 2-3 വലിയ വീരപ്പം പച്ചമുളക്. ഇവർക്ക് വലിയ എരിവൊന്നുമില്ല. ഈ കാഴ്ചയിലുള്ള വലിപ്പമൊക്കെ ഉള്ളൂ, എരിവൊന്നുമില്ല. പൊന്തനാന്ന് തോന്നുന്നു, നമ്മളങ്ങനെ പറയത്തില്ല പൊന്തമുളക്. അല്ലേ, നമ്മളെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോപ്പർ കുക്കിങ്ങിൽ കിടക്കാണ്. നിങ്ങൾ കേട്ടോ പഠിച്ചോണം എല്ലാവരും. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് കടുകല്ല, കടുകിന് പകരം നമ്മുടെ ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, സിനമൺ സ്റ്റിക്ക്, നമ്മുടെ കറുവാപ്പട്ട, ഇച്ചിരി ഗ്രാമ്പൂ, നമ്മുടെ സ്വന്തം കണ്ടോ ഏലക്ക.
ഇത് ഇടണ്ടെന്ന് വിചാരിച്ചാ പിന്നെ അത് ചിരിച്ചു കളഞ്ഞപ്പോൾ അതിനെ എടുത്തതാ നമ്മുടെ തക്കോലം. നമുക്കത് ഇളക്കി കൊടുക്കാം. കണ്ടോ? ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള. ഇനി എന്നാ പച്ചമുളക്. ഇപ്പോഴും ഉപ്പെടുത്ത് താങ്ങൂന്ന് നിങ്ങൾക്ക് അറിയാലോ. ഉപ്പും ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോകുന്നല്ലോ, അവരെല്ലാവരോടും ഒരുമിച്ചിരുന്ന് സന്തോഷത്തിലിരിക്കട്ടെ. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പം ഏകദേശം നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട്. ഞാൻ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതലാണ്. ഓക്കെ. സ്വന്തം മല്ലിപ്പൊടി, പിരിയമുളക് പൊടി, ഇച്ചിരി ഗരം മസാല. നന്നായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. ഈ നന്നായിട്ട് താത്തിടണം കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തീ നന്നായിട്ട് താത്തിടുക. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കണ്ടോ, നമ്മുടെ സ്വന്തം തക്കാളി. നന്നായിട്ടൊന്ന് വാടട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല മണവും രുചിയൊക്കെ ഒരുപോലെ നിൽക്കും കേട്ടോ. അപ്പൊ അത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാടി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കേട്ടോ നന്നായിട്ട് തന്നെ വാടി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇതിനകത്ത് നന്നായിട്ട് കിടന്നൊന്ന് വെന്ത് കുറുകി വരാൻ വേണ്ടി ഒരു ശകല സമയം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മസാലയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹോൾ ചിക്കൻ ഞാൻ എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കത്തിയും കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനെ എടുത്ത് നമുക്ക് ഇതുപോലെ ചിക്കനെ അങ്ങനെ എടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വന്ന ആ യോഗട്ടും എല്ലാം കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ വലിയ പാത്രത്തിൽ ഇട്ടേക്കുന്നത് കാരണം ഇത് വേകാനുള്ള നമുക്ക് സ്ഥലം കിട്ടണമല്ലോ. ഞാൻ ഇനി കുറേയും കൂടി ഇതിനകത്ത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കോഴിയുടെ കിടപ്പ് കണ്ടോ. നമ്മൾ സവാള ചേർക്കുമ്പോൾ നമ്മൾ വലിയ സവാള ചേർക്കുക. നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് ചേർക്കുന്നതിലും ഒരു അര അല്ലെങ്കിൽ ഒരു സവാള കൂടെ കൂടുതൽ ചേർക്കുക. നന്നായിട്ട് അരപ്പൊക്കെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. നല്ലതായിരിക്കും കഴിക്കാൻ. നമ്മളിപ്പോൾ ഹോളായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മുങ്ങിക്കിടക്കുക വേണം, എന്നാലേ അതിലെല്ലാം ഒന്ന് പിടിക്കത്തുള്ളൂ. എന്തായാലും നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എല്ലാവരെയും ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോസൊക്കെ നന്നായിട്ട് വരട്ടെ. ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചേർക്കുക. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരുമാതിരി നല്ല വലുപ്പത്തിൽ അരിഞ്ഞ കിഴങ്ങ്. ഞാനൊരു 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വലുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അടിപൊളി. നമ്മുടെ കോഴിക്കുട്ടൻ്റെ കിടപ്പ്. അപ്പം ഇവരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഈ പൊട്ടറ്റോസ് എല്ലാം ഇതിനകത്ത് കിടന്ന് വേകും. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിനാണെന്നറിയാമോ? എന്തായാലും നമ്മുടെ ചിക്കൻ വേകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മുങ്ങിക്കിടന്ന് വേകണം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് നിങ്ങൾ അറിയാലോ, നമ്മുടെ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിനെ മുക്കിയിട്ട് വേവിക്കാൻ പോവാണ് നന്നായിട്ട്. അപ്പം നമ്മുടെ ഈ പൊട്ടറ്റോസ് ഒക്കെ നല്ല സുന്ദരമായിട്ട് വെന്ത് മൊത്തത്തിൽ ഇത് നല്ലതായിട്ട് വെന്ത് ഇതേ പിടിച്ചിരിക്കും. നല്ല ടേസ്റ്റി ആയിരിക്കും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഞാനിങ്ങനെ മറിച്ചിട്ട് ഇനിയിപ്പോൾ ഇവരെല്ലാവരും കൂടെ നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളച്ച് വേകട്ടെ ഓരോ കുഞ്ഞു പോർഷനും. അതിനുവേണ്ടിയാണ് അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചത്. പക്ഷെ കറി വെന്ത് വരുമ്പോഴേക്ക് ഈ ചാറൊക്കെ നന്നായിട്ട് വറ്റും. നന്നായിട്ട് ചാറിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ ഇതിലെല്ലാം പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അത്ര ആയതിനു ശേഷം കാണാം. എന്തായാലും ഇത്രയും വെള്ളം ഒഴിച്ചില്ല. ഞാനൊരു ശകലം നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടിയും കൂടെ അത് ചേർക്കാൻ പോവുക കേട്ടോ. ഒരു ശകലം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നോക്കിക്കോണം. എന്തായാലും ഇവരെല്ലാവരും ഇവിടെ നിന്ന് വേകട്ടെ. ഈ വെള്ളം കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയൊക്കെ വേണമായിരുന്നു. ചിക്കൻ വേകണ്ടേ, പിന്നെ നമുക്ക് നല്ല ഗ്രേവിയും കിട്ടും. നല്ല കുറുകിയ ഗ്രേവിയും കിട്ടും. പൊട്ടറ്റോസും എല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല കിടുക്കനായിരിക്കും. എന്തായാലും വേകട്ടെ കേട്ടോ. കൂടി വെച്ച് വേവിക്കുന്നു. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തന്നെ വറ്റി വരുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ചിക്കൻ. ഇപ്പം ദേണ്ട് നമുക്ക് താഴെ തൊട്ട് മോള് വരെ കാണത്തക്ക രീതിയിൽ ആള് പൊങ്ങി ഇങ്ങനെ കിടക്കുവാണ്. ഇനി കുറച്ച് ഗ്രേവി മാത്രമേ ഇതിനകത്തുള്ളൂ. നന്നായിട്ട് വെട്ടിത്തിളച്ച് ഇത് വറ്റിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ ഗ്രേവി നല്ല കുറുകി നമ്മുടെ പൊട്ടറ്റോസിനൊന്നും ഇപ്പോൾ കാണാൻ പോലില്ല. കാരണം ആൾക്കാരെല്ലാം നന്നായിട്ട് ഇതിനകത്ത് അങ്ങ് അലിഞ്ഞ് ചേർന്നേക്കുവാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ
ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ നോക്കി തന്നെ ചെയ്യണം. ഇതൊരു വെറൈറ്റി കുക്കിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഫാമിലി എല്ലാവർക്കും കൂടെ ഇരുന്ന് ഇതൊന്ന് പിച്ചിപ്പറിച്ച് കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ എന്തായാലും ഇവന് ഏകദേശം തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 2-3 മിനിറ്റുള്ളിൽ ഇവനെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോകണം. പറ്റി വരുന്നത് വെയിറ്റ് ചെയ്യാൻ വയ്യ. സുരേഷ് ഡ്യൂട്ടിയിലാണ്. സുരേഷ് വരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഞാൻ വിളിച്ചു, ഇത് എവിടെയാ കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. സുരേഷ് വന്നിട്ടുണ്ട്. എന്ത് പറയുന്നു? ഞാൻ കേട്ടത് തോന്നുന്നുണ്ടോ? ചിക്കൻ അതേപോലെ ഇട്ടിരിക്കുന്നോ? വെറൈറ്റി കുക്കിംഗ് ആണ് മോനെ, വെറൈറ്റി കുക്കിംഗ്. വീഡിയോ എടുക്കുന്നുണ്ടോ? പിന്നെ ക്യാമറ ഓൺ ഇൻ ആക്ഷൻ. ഇതെന്ത് ചിക്കൻ എന്താ ഇങ്ങനെ മൊത്തത്തിൽ ഇട്ടിരിക്കുന്നേ? ഈ വഴിക്ക് പോകുന്നല്ലേ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. ചിക്കൻ ഇതിനകത്ത് എടുത്ത് ചാടിയതാണ്. ചിക്കനെ എപ്പോഴും നമ്മൾ ദ്രോഹിക്കല്ലേ സുരേഷ്? ഇങ്ങനെ അരിഞ്ഞ് നമ്മളതിനെ ദ്രോഹിക്കുന്നോണ്ട് ഞാൻ ഓർത്തു ഇന്ന് ദ്രോഹിക്കാതെ നമുക്ക് അതിനെ അങ്ങനെ എടുത്ത് സ്നേഹത്തോട് വളർത്തിയിട്ടാണ് മൊത്തത്തിൽ ഒന്നോടിട്ട് അതിനെ പുഴുകും എന്ന് പറയാം. ഇപ്പൊ കുക്കായി തീരാറായിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെ വരുമെന്ന്. എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ സാധാരണ ചുട്ട് തിന്നണമെന്ന്. ഇന്നാള് 2 പ്രാവശ്യം ഞങ്ങൾ ചുട്ട് തിന്നു. അന്യായ ടേസ്റ്റ് ആയിരുന്നു. നേരെ മസാല വരട്ടി നമ്മുടെ തീക്കകത്തിട്ട് അങ്ങ് ചുട്ട് തിന്നണം. പക്ഷെ അത് പുറത്തു പോയി ചെയ്യണം. അത് ഇപ്പോഴത്തെ വെതർ കാരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത്രയും ടേസ്റ്റ് ശരിക്കും ചിക്കൻ എന്നാ ചെയ്താലും കിട്ടത്തില്ല റാണി, അല്ലേ? നമ്മള് ഫ്രൈയോ അല്ല കറി വെച്ചാലോ ഒന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും ടേസ്റ്റ് എനിക്ക് വേറെ ഒരു ചിക്കൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുമല്ല സുരേഷ് എപ്പോഴും പറയുന്നത് അറിയാം, നാട്ടിൽ പോയിരുന്നു, നമ്മുടെ തെങ്ങും തോട്ടത്തിൽ പോയിരുന്നുണ്ട്. നാട്ടിൽ ചെന്നിട്ടാണ് അത് ഭയങ്കര ഒരു ഡ്രീമാണ് ശരിക്കും പറഞ്ഞാല്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അന്ന് നമുക്ക് പോലെ 400 സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് തുടങ്ങിയ ഒരു സമയമായിരുന്നു. അന്ന് അങ്ങനത്തെ ചിന്തകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പം ഭയങ്കര ആഗ്രഹമാണ് കുക്ക് ചെയ്യണമെന്നും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സുന്ദരമായിട്ടിരിപ്പുണ്ട്, അടിപൊളി, നല്ല ക്രീമി ആയിട്ട് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് അല്ലേ സുരേഷേ? അപ്പൊ അതിന് മുന്നായിട്ട് നമുക്കത് കഴിച്ചു നോക്കാം. അപ്പൊ ഇത് കഴിക്കുമ്പോ എത്ര മാത്രം സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. നല്ലതായിട്ട് തന്നെ വെന്ത്, കാണുമ്പോഴേ അറിയാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നോക്കിയേ, അടിപൊളി വെന്തിട്ടുണ്ട്. ചിക്കൻ നല്ല സുന്ദരമായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ നല്ല സുന്ദരമായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രേവിയും കൂടെ മുക്കി നമുക്കൊന്ന് കഴിക്കാം. കഴിച്ചു നോക്കൂ. സൂപ്പറാണോ? മക്കൾക്ക് കൊടുക്കട്ടെ. വാ മക്കളെ, വാ ചക്കരവളെ പൊന്നുമണി വാ. ഉണ്ണിപ്പ കറക്റ്റ് ഇപ്പം പറയും. ഇച്ചിരി വ്യത്യാസത്തിലാണ് വെച്ചത്. സാധാരണ വെക്കുന്നതിലും കുറച്ച് വ്യത്യാസത്തിലാണ് വെച്ചേക്കുന്നത്. സുരേഷ് കണ്ടില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട കുഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് ഇതേലൊന്ന് പിടിക്കണം. നമ്മളിപ്പോ അടുപ്പത്തൊന്നും അങ്ങനെ എടുക്കില്ല. അപ്പൊ എന്തായാലും സംഭവം കിടുവായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഫാമിലി എല്ലാവരോടും കൂടി ഒന്ന് കഴിക്കാൻ നല്ലതാണ്. ചോറിന്റെയോടോ ഫ്രൈഡ് റൈസിന്റെയോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ അടുത്ത് വേണം കഴിക്കാൻ ഇത് അടിപൊളിയായിട്ട് തന്നെയുള്ള ഒരു ഭക്ഷണമാണ്. ചപ്പാത്തി, പൊറോട്ട അല്ലെങ്കിൽ ചിപ്സ് ഇനി അങ്ങനെ ഉള്ളെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നല്ലതാണ്. നല്ല ജ്യൂസി ആയിട്ടുണ്ട്, നല്ല ഫ്ലേവേർഡ് ആണ് അല്ലെ? എനിക്കിനി അധികം പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ചോറ് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചപ്പാത്തി കൂട്ടി കഴിക്കാം. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ കഴിക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വിഷയമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു.